ഒരു വെറൈറ്റി കാഴ്ച വെച്ചാൽ ഇതാണ് ഇവിടുത്തെ കനറ ബാങ്ക്. ഓക്കെ, കാളകളൊക്കെ ഇതാ പോകണം. ഇത് റാഗിയില്ലേ, അതായത് ഫുള്ള് റാഗി കൃഷിയാണ് കേട്ടോ. ഇവിടെ കാണുന്നതൊക്കെ ഇതാണ് റാഗീൻ്റെ. ഇതിൻ്റെ ഉള്ളിലാണ് റാഗി ഉണ്ടാവുക. മനസ്സിലായോ? ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. മൊത്തത്തിൽ ഇവിടെയൊക്കെ ഫുള്ള് തന്നെയാണ്. ഇവരുടെ കൃഷി എന്ന് പറയുന്നത് റാഗി, പിന്നെ അരി, നെൽകൃഷിയാണ്. ഇതിലാണ് നമ്മളെ റാഗി ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കുരുകുരുവായിട്ട് സാധനം വരും. അതായത് മുത്താറി. മനസ്സിലായില്ല? മൊത്തത്തിലുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. ഫുള്ള് പിന്നെ നമ്മുടെ നാട്ടിലുള്ള തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. അവിടെ നോക്കാം. കുറേ പുല്ലൊക്കെ കൂട്ടിയിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഇതൊരു കാട് പിടിച്ചൊരു സ്ഥലമാണ്. പക്ഷെങ്കിൽ അവർ കൃഷി ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ആക്കിയെടുത്തത്. നിങ്ങളങ്ങ് ദൂരെയൊക്കെ കാണുന്നില്ലേ, അവിടെയൊക്കെ ഫുള്ള് കാടാണ് പക്ക. അപ്പോൾ ചോദിച്ചു പറഞ്ഞപ്പോൾ രാത്രിയൊക്കെ ആനയൊക്കെ ഇറങ്ങലുണ്ടെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും സംഭവം നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഒരു സമയത്ത് മുത്താറി കൃഷിയായിരിക്കും ഇവർ മെയിനായി ചെയ്യുക. ഓരോ സീസണിൽ ഓരോ കൃഷിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സീസണിൽ മുത്താറി കൃഷി തന്നെയായിരിക്കും മെയിനായിട്ട് അവർ ചെയ്യുന്നത്. ഇവിടെയൊക്കെ അവർ തെങ്ങിങ്ങനെ വെച്ച് നടുന്നുണ്ട്. കാരണം ഇവിടെ ഈ കാട് ഏരിയ ആയതുകൊണ്ട് തെങ്ങൊന്നും അങ്ങനെയില്ല. ഇവിടെ കാണുന്ന തെങ്ങൊക്കെ ഇപ്പോൾ അവർ വെച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. കലകലങ്ങളായിട്ട് ഉണ്ടായതല്ല, കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ ചെറിയ ചെറിയ തെങ്ങും തൈകളൊക്കെ ഇവർ നടുന്നുണ്ട്. ഇയാളാണ് തെങ്ങും തൈ നടുന്നത്. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചതാണ്. ചെറിയ ചെറിയ തൈകൾ കാണില്ലേ. നമ്മളെ ഫ്രണ്ടാണ് വരുന്നത്. അവനാണ് വലിയ മുതലാളി. പറഞ്ഞു എന്നോട് ഒരു തൈ വെക്കാനുള്ള ഇതൊക്കെ കുറച്ച് മുന്നേ വെച്ചതാണ്. അതിൻ്റെ പണിയിലാണ്. ഈ കൃഷിയിലേക്കെല്ലാം വെള്ളം എടുക്കുന്ന സ്ഥലം എവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു വലിയൊരു സംഭവമുണ്ട്. നല്ല ആയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിലാണ് ഇതിലേക്കുള്ളൊക്കെ വെള്ളം ഇവരെടുക്കുന്നത്. ഇവിടെ മോട്ടർ വെച്ചിട്ട്. അങ്ങനെ പാടത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മല്ലപ്പ കൊണ്ട ഹില്ലുണ്ടല്ലോ ആന്ധ്രാപ്രദേശിൽ, അവിടത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. മുകളിലേക്കാണ് പോകുന്നത്.
ഈ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കാണില്ലെങ്കിൽ ലാസ്റ്റ് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ദൂരമുണ്ട്. ഈ റോഡാണ്. റോഡൊക്കെ നല്ല ഉഷാറാണ്. വളഞ്ഞ് തിരിഞ്ഞ് പോകണം. ഇവിടെ ഒരു നല്ലൊരു പുഴ കാണാൻ, ചാടി കുളിക്കാനൊക്കെ പറ്റും, പക്ഷേ സമയമില്ല. കണ്ടില്ലേ, വലിയൊരു പുഴയുണ്ട് ഇവിടെ. അവിടെയുള്ള ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ടോപ്പിലേക്ക് വളഞ്ഞ് തിരിഞ്ഞ് അവിടെ എത്തും. നമ്മൾ വലിയ ഏരിയ. 3 kg शेलीचा 2 kg कोंबडी चालला शिकवा करून ठेवून पाणी नाही जन्नी त्यामुळे आम्हाला तर म्हणलं एक थोडं जेवण आपण कुठं ഇത് പക്ക ഫോറസ്റ്റ് ആണ് കേട്ടോ. കാട്ടുകൂടിയുള്ള യാത്രയാണ്. വേറൊരാളും ഇല്ല, അവിടെ താമസ സൗകര്യമൊന്നുമില്ല, ഫുള്ള് കാടാണ്. കണ്ടില്ലേ, ഇവരൊക്കെ അവിടെ പോയിട്ട് വരുന്നതാണ്. നമ്മളൊരു വയനാട് നമുക്ക് കാണില്ല, അതിനേക്കാളും കുറച്ച് റഫായ റോഡാണ്. കാഴ്ചകളൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ കുറച്ച് നല്ലൊരു കയറ്റാണ്. ചുരം കയറും പോലെ തന്നെയാണ് ഇത് കയറി പോകണം. അതിൻ്റെ റൂട്ട് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. काय बाई काय करणे ते उगीच लावून जेवण जायचं. हां सर फ्रॉम हियर फ्रॉम आंध्र प्रदेश. सर होल्ड इट, कट द कॉल and hold from here Andhra Pradesh. We have to go very far. By coming time we go this side. എണ്ണ തരുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് എണ്ണ കിട്ടും. ഇവിടെ 120 ഉറുപ്പികയാണ് ഒരു ലിറ്ററിന്. അല്ല, വെളിച്ചെണ്ണൊക്കെ വെക്കും പോലെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന പെട്രോൾ കൊടുക്കുന്നത്. അതൊരു ഭാഗ്യമാണ്. സംഭവം എണ്ണ തന്നാൽ പണി കിട്ടില്ലല്ലോ. മല കയറി പോവാണ്, നല്ല കാറ്റാണ്. അതല്ലേ നേരത്തെ പറഞ്ഞ ഡയറി ഉയരങ്ങളിലെത്തണം. എൻ്റെ ഇടയിൽ പെട്രോളൊക്കെ തീർന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് ബ്ലാക്കിന് പെട്രോൾ കിട്ടി. നമ്മൾ കണ്ടില്ലേ,
You are seeing? Yes, yes. What is visible? That is only. Oh my God. So beautiful, so elegant. If you do that, so beautiful, so elegant. If you bring the kids to here, no sir, Yeah. our kids, they will enjoy. Sure, sure. ഇയാള് സൗസർ ഇട്ടില്ലെന്നോ. One day trip we do. Okay. Me and you, Philip sir, Yes. and many other people we take. What is it? One day me and my wife only will take. Street light is on. നമ്മൾ ഏകദേശം എത്താനായിട്ട് അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഈ ഒരു മൂലയിലാണ്. നല്ല തണുപ്പാണ്. നല്ല വ്യൂ നമുക്ക് എവിടെ കിട്ടാനാ നോക്കണോ. ബാംഗ്ലൂരിൻ്റെ എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്ര ഉയരത്ത് നമ്മളുള്ളപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയും പോകാനുണ്ട്. നമ്മൾ ഏകദേശം ഒരു കുറച്ചെത്തിക്കാളെ ഇനിയും കൂടി കുറച്ചുകൂടി മേലെ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഈ ഉയരങ്ങളിൽ കാണുന്നില്ല. ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ സംഭവമൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മളും താമസിച്ച അവിടെ ആയിരിക്കും. വാട്ട് എ വ്യൂ. വാവ്. ബാംഗ്ലൂരിൻ്റെ എല്ലാ മുക്കും മൂലയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബൈക്ക് ഓണാക്കണ്ട, ഓട്ടോമാറ്റിക്കായി പോയിക്കോളും. ഇതിൻ്റെ മുകളിലൊരു ടെമ്പിളുണ്ട്. എൻ്റെ പേര് ഓർമ്മയില്ല. നേരത്തെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് എൻ്റെ പേര്. ഇത് ശിവ ടെമ്പിളാണ്. ശിവ ടെമ്പിൾ. ഇതാണ് നമ്മൾ കയറി പോകും.
ഇവിടെ നമുക്ക് കാണാം കുരങ്ങന്മാർ നല്ല പോസാണ്. ഇതിനേക്കാൾ നല്ലൊരു പോസ് നമുക്ക് കിട്ടില്ല. ഓരാ വൗ. ഈ സംഭവത്തിനായിരിക്കും അറിയാമോ? പ്രത്യേകതരം ജീവിയാണിത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴെ കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ ഉണ്ടാവും. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആണിത്. ഓക്കെ, പിന്നെ ബാംഗ്ലൂർ നേരത്തെ കണ്ട പോലെ തന്നെ മൊത്തത്തിലുള്ളൊരു വ്യൂ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.